നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഹംസ അബ്ദുൽ കരീം ബാഴ്സലോണയുടെ പുത്തൻ പ്രതീക്ഷ. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അൽ അഹ്ലിയിൽ നിന്ന് കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിലാണ് ഹംസ അബ്ദുൽ കരീമിനെ FC ബാഴ്സലോണ സ്വന്തമാക്കുന്നത്. യൂത്ത് ടീമിലാണ് താരമുണ്ടായിരുന്നത്. വേൾഡ് കപ്പിൽ അദ്ദേഹം ഈജിപ്ഷ്യൻ ടീമിനോടൊപ്പം ഉണ്ടായിരുന്നു. ഹംസ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ മികവ് കാണിക്കുന്നു. സലായുടെ പിൻഗാമിയായി മാറുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ബാഴ്സലോണയ്ക്ക് വേണ്ടി അരങ്ങേറി ബർമിംഗ്ഹാം സിറ്റിക്കെതിരെ ഇരട്ട ഗോളുകൾ നേടുകയും ചെയ്തു. സോ ഹംസയെക്കുറിച്ച് കോച്ച് ഹൻസി ഫ്ലിക്ക് പറഞ്ഞതും അതുപോലെ തന്നെ ഹംസയുടെ പ്രതികരണവും ബാഴ്സയുടെ പ്രതീക്ഷയും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഫ്ലിക്ക് പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഹംസയ്ക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമ്മുടെ താരങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ താരങ്ങൾ അവരുടെ ക്വാളിറ്റി, പൊട്ടൻഷ്യൽ അത് കളിക്കളത്തിൽ കാഴ്ചവെക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ഒരു മത്സരത്തിൽ അവർ കാണിച്ചിട്ടുള്ളതും. ട്രെയിനിങ്ങിൽ അവർ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിച്ചിലും അത് കാണിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. വർക്കിംഗ് വിത്ത് ദീസ് പ്ലെയേഴ്സ് ഈസ് എ പ്ലഷർ എന്നാണ് ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പറഞ്ഞിരിക്കുന്നത്. കാരണം യുവതാരങ്ങൾ, വളരെ ക്വാളിറ്റിയുള്ള യുവതാരങ്ങൾ അവരോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ലെവൻഡോസ്കി പോയി, പകരം ഹൂലിയൻ വരുമോ അറിയില്ല. അതുപോലെ തന്നെ ജൂനിയർ ക്രൂപ്പിയുടെ കാര്യത്തിൽ പരിക്കുന്ന ചില പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ജാവോ പെഡ്രോയെ ചിലരൊക്കെ സ്വപ്നം കണ്ടിരുന്നു ബാഴ്സലോണയിലേക്ക്, ഡീലിന് സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഹംസ അബ്ദുൽ കരീം ഹാസ് അറൈവ്ഡ്, ഹീസ് ഓൾറെഡി ഇൻ ദി ടീം എന്ന കാര്യം ബാഴ്സ ഓർക്കണം എന്ന് പലരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് കാണുന്നു. എന്തായാലും അത്ര വലിയ പ്രതീക്ഷ അവൻ്റെ കാര്യത്തിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹംസ ഈ ഒരു പ്രകടനത്തെക്കുറിച്ച് അവൻ തന്നെ പറഞ്ഞ് നോക്കുക. ബർമിംഗ്ഹാം വളരെ ഫിസിക്കലി ഡിമാൻഡിങ് ആയ ടീമായിരുന്നു. ഇതൊരു ഗുഡ് മാച്ച് എന്ന രൂപത്തിലാണ് കാണുന്നത്. ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുകയാണ്. വൺ മാച്ച് ടു ദി നെക്സ്റ്റ് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്തു വരികയാണ്. ഞങ്ങൾ വളരെ യങ് ടീമാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കാൻ ഗ്രാജ്വലി കുറച്ച് സമയമെടുക്കുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇത് വളരെ പൊട്ടൻഷ്യലുള്ള മികച്ചൊരു ടീമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇന്ന് എന്താണോ ചെയ്തത് അതുപോലെ തന്നെ എനിക്ക് ഇനിയും തുടരാൻ പറ്റും. ഐ ഹോപ്പ് ടു കീപ് ഡെലിവറിങ് ഓൺ വാട്ട് ഐ ഡിഡ് ടുഡേ. ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുക, ഗോളുകൾ കൂടുതൽ അടിക്കുക, ഇതൊക്കെ തന്നെയാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നതെന്ന് ഹംസയും പറയുന്നു. ചെറിയ പ്രായത്തിലെ വലിയ മെച്യൂരിറ്റിയിലാണ് പയ്യൻ സംസാരിക്കുന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.